ആനക്കൂട് അപകടത്തിൽ പരസ്യ പ്രതിഷേധം നടത്തിയ ജീവനക്കാർക്കെതിരെ കോന്നി എംഎൽഎ കെ.യു. ജനീഷ് കുമാർ സംഘടനയുടെ ആൾബലം കാട്ടി ഭീഷണിപ്പെടുത്താമെന്ന് കരുതേണ്ട. 4 വയസ്സുകാരന്റെ മരണത്തിനിടയാക്കിയത് സുരക്ഷാ വീഴ്ച എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. 13 സുരക്ഷാ പോരായ്മകൾ വേറെയും കണ്ടെത്തിയെന്നും കെ.യു. ജനീഷ് കുമാർ എംഎൽഎ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ACF സ്ഥലത്ത് വന്ന് പരിശോധിച്ചപ്പോൾ ഇത് മാത്രമല്ല, മറ്റ് 13ഓളം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം പരിശോധിക്കുക. അപ്പോൾ അതിനെ വേറെ തിരിച്ച് സംഘടനയുടെ ഒരു ബലവും ഭീഷണിയും ഒന്നും കാട്ടി വരട്ടാമെന്ന് നോക്കേണ്ടതില്ല. അത് ഗവൺമെൻറ് ശരിയായ നിലയിൽ തന്നെ മുമ്പോട്ട് പോകും. എന്തായാലും അവരുടെ ഇന്നലത്തെ പ്രസംഗവും അവരുടെ നിലപാടുമൊക്കെ വനം വകുപ്പിന് ചേർന്നതല്ല, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് ചേർന്നതല്ല, നാടിനും ചേർന്നതല്ല. അത് പൊതുസമൂഹം വിലയിരുത്തും. A.V. ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇതിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതാണോ അവരെ ചൊടിപ്പിച്ചത്? സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട്, വളരെ ബലക്കുറവുള്ള തൂണുകളായിരുന്നു അതൊക്കെ എന്നത് പരിശോധനയിൽ കണ്ടെത്തിയതാണ്. ഇനിയും അത്തരത്തിൽ ബലമില്ലാത്ത തൂണുകൾ അവിടെ ഉണ്ട് എന്നതിന്റെ റിപ്പോർട്ടുകളും പുറത്തു വന്നതാണ്. അപ്പോൾ എന്താണ് ഈ ജീവനക്കാരുടെ പരാതി? അവരുടെ പ്രതിഷേധം എന്തുകൊണ്ടാണ്? അതായത് അനുജ, ഈ ആനക്കൂട് അപകടമുണ്ടായപ്പോൾ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ വീഴ്ച പറ്റിയെന്നൊരു ആക്ഷേപം കോന്നി MLA ജനീഷ് കുമാർ ഉന്നയിച്ചിരുന്നു. MLA മന്ത്രി ഉൾപ്പെടെ ഇക്കാര്യം അറിയിച്ചു. പിന്നാലെയാണ് വനം വകുപ്പ് ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ഇതിൽ കുറ്റക്കാരായ 5 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഇവരെ സസ്പെൻഡ് ചെയ്തു. ഒപ്പം തന്നെ കോന്നി DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനുള്ള ഒരു നിർദ്ദേശവും വനം വകുപ്പ് നൽകി. തീരുമാനത്തിനെതിരെയാണ് കഴിഞ്ഞ ദിവസം MLAക്കെതിരെ ഉൾപ്പെടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ജീവനക്കാർ സംഘടന ഈ ആനക്കൂടിന് മുന്നിൽ വലിയൊരു പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധത്തിൽ കോന്നി MLAക്കെതിരെ രൂക്ഷമായൊരു പ്രതികരണമാണ് ഈ ജീവനക്കാർ നൽകിയത്. ഈ വിഷയത്തിലാണ് ഇപ്പോഴെന്തായാലും MLAയുടെ ഒരു മറുപടി വരുന്നത്. MLA പറയുന്നത് ഈ സംഘടനയുടെ ആൾബലം കാണിച്ച വിരട്ടാൻ നിൽക്കേണ്ടതെന്നാണ് MLA ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. വനം വകുപ്പ് കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ടാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. ഈ അന്വേഷണത്തിൽ ഈ ആനക്കൂടുമായി ബന്ധപ്പെട്ട് മറ്റ് 13 ഗുരുതര വീഴ്ചകളും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വീഴ്ചകളൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് വീഴ്ചകളൊക്കെ കണ്ടെത്തിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ നടപടി എടുത്തിരിക്കുന്നത്. ഈ 5 ഉദ്യോഗസ്ഥർക്കാണ് കൃത്യമായി ഇതിൻ്റെ പരിപാലന ചുമതല ഉൾപ്പെടെയുള്ളത്. ഈ വരുമാനത്തിൻ്റെ ഏകദേശം പകുതിയിലധികം തുക ഈ ജീവനക്കാരുടെ ശമ്പളത്തിലാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ, ഉത്തരവാദിത്തം, സുരക്ഷ ഉൾപ്പെടെ ഉറപ്പിക്കേണ്ടത് ഈ ജീവനക്കാരുടെ ഉത്തരവാദിത്തമാണ്. തള്ളുകയാണോ ജീവനക്കാർ? ജയശങ്കർ, അതായത് ജീവനക്കാർ പറയുന്നത് തങ്ങളുടെ തലയിൽ എല്ലാ കാര്യങ്ങളും ഇട്ടു എന്നാണ്. അതായത് തങ്ങൾക്ക് മാത്രമല്ല ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ളത്, തങ്ങൾക്ക് വീഴ്ച സംഭവിച്ചില്ല എന്നൊരു നിലപാടാണ് ജീവനക്കാരുടെ സംഘടന ഉയർത്തിയത്. ഈ സംഘടനയുടെ സംസ്ഥാന നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം കോന്നിയിലെത്തി പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ ജീവനക്കാരെ അവിടുത്തെ സൗകര്യക്കുറവിൽ ജീവനക്കാരുടെ തലയിൽ കുറ്റങ്ങൾ ചാർത്തിയെന്നാണ് അവരുന്നയിക്കുന്ന ആരോപണം. പക്ഷേ കോന്നി MLA കൃത്യമായി കാര്യങ്ങൾ അടിവരയിടുന്നു. 13 ഗുരുതര പിഴവുകൾ ഈ ആനക്കൂടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആളുകളുടെ ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഈ അപകടത്തിന് കാരണം. ഭീഷണി തൻ്റെ അടുത്ത് വില പോകില്ലെന്ന് ജനീഷ് കുമാർ പറയുന്നു. ഈ നടപടിക്കെല്ലാം തന്നെ മൂല കാരണം MLA എന്ന തരത്തിലാണ് ഇപ്പോൾ ജീവനക്കാരുടെ സംഘടന പറയുന്നത്. ഇതിനെ ജനീഷ് കുമാർ തള്ളുകയാണ്. കൃത്യമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ തെറ്റുകൾ കണ്ടെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി എടുക്കുന്നത്. ആ നടപടി എന്ന് പറയുന്നത് മനുഷ്യജീവൻ്റെ വില കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് നടപടി. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളെ ഇത്തരത്തിൽ പരസ്യമായി എതിർക്കുന്ന, അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഇത്തരം സംഘടനയുടെ ആൾബലത്തിലുള്ള വിലപേശൽ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് MLA പറയുന്നു. ഒപ്പം തന്നെ ഈ വനം വകുപ്പ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ വരും ദിവസങ്ങളിൽ ആനക്കൂട് സന്ദർശിക്കുമെന്നും MLA പറയുന്നുണ്ട്. എന്തായാലും MLA ഈ ആനക്കൂടിലെ എല്ലാ സുരക്ഷാ പ്രശ്നങ്ങളും പരിഹരിച്ച ശേഷം മാത്രം ഇത് തുറന്നാൽ മതി എന്നൊരു നിലപാടിലാണ്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും തിരിച്ചെടുക്കുകയോ അവരെക്കെതിരെയുള്ള നടപടികൾ മരവിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് നിലപാട് സ്വീകരിക്കുന്നു. എന്തായാലും MLA ഉദ്യോഗസ്ഥ പോര് ആനക്കൂടുമായി ബന്ധപ്പെട്ട വിപുലമായി പുരോഗമിക്കുകയാണ്. എന്തായാലും ഇനി മന്ത്രിതലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ മറ്റേതെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമോ? എന്താണ് ഇതിന്റെ തുടർ നീക്കങ്ങൾ കണ്ടറിയാം അനുജ. ശരി, കോന്നി ആനക്കൂട് അപകടവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരും MLAയും 2 തട്ടിലായി മാറിയിരിക്കുന്നത്.